12:30 വരെ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ദുആയും കൂടെ ചെയ്യണ്ടേ. അത് ഇനി നമുക്ക് ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഒരു സമയത്ത് ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ചെറിയ വിഷയങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ഉള്ളിടത്തൊന്നും അത് നമുക്ക് ചർച്ച ചെയ്യൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്, ഒരു വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നാട്ടിൽ പ്രസംഗിച്ചിട്ട് കാസറ്റ് എത്തിച്ചാൽ രഹസ്യമായിട്ട് കേട്ടാൽ മതി അത്. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ന് ഒരുപാട് പാളിച്ചകളാണ്. അതുകൊണ്ടാണ് ഇന്ന് കൂടുതലും വ്യഭിചാരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വ്യഭിചാരത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്, ഈ നാട്ടിലുണ്ട്. എൻ്റെ ചെറുപ്പക്കാരെ ഒരാൾ പോലും വ്യഭിചാരത്തിന് തയ്യാറാകരുത്. 1-2 ഹദീസ് അതിൻ്റെയും കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നിർത്തിയേക്കാം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലും. എന്താണ് ഈ സാഹചര്യങ്ങൾ? ഈ നോട്ടമാണല്ലോ, റോഡിലൂടെ പോകുമ്പോൾ നോട്ടമാണ് കൂടുതലും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, കുല്ലു ഐനിൻ ബാക്കിയാ, എല്ലാ കണ്ണുകളും നാളെ കരഞ്ഞ് കലങ്ങുമത്രേ. എല്ലാ കണ്ണുകളും ആഖിറത്തിൽ മഹ്ശറിൽ നാളെ കണ്ണുകളെല്ലാം കരയും. ഇല്ലാ ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ് വഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ് വഐനുൻ ഖറജത്ത് മിൻഹാ മിസ്ലു റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാഹ്. നാളെ ആഖിറത്തിൽ മഹ്ശറ വൻസഭയിൽ കണ്ണുകളെല്ലാം കരഞ്ഞു കലങ്ങുമത്രേ. 3 കണ്ണൊഴിച്ച് ബാക്കിയുള്ള കണ്ണുകളെല്ലാം കലങ്ങുമത്രേ. ഒന്നാമത്തെ കണ്ണ് ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഹറാമായ കാഴ്ചകളിൽ നിന്ന് തന്റെ കണ്ണിനെ അടക്കി വെച്ചവൻ, മൂടി വെച്ചവളോ ആ കണ്ണ് നാളെ ആഖിറത്തിൽ കരയേണ്ടതില്ല. വഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, പാതിരാ സമയത്ത് ഖുർആൻ ഓതുന്നതിന് വേണ്ടി തുറന്നു വെച്ച കണ്ണ്, വഅദ് കേൾക്കുന്നതിന് വേണ്ടി തുറന്നു വെച്ച കണ്ണ്, ദിക്ർ ചൊല്ലുന്നതിന് വേണ്ടി തുറന്നു വെച്ച കണ്ണ് നാളെ കരയേണ്ടതില്ല. ജോലി കഴിഞ്ഞ് സിനിമ കാണാൻ വേണ്ടി, സീരിയൽ കാണാൻ വേണ്ടി തുറന്നു വെച്ച കണ്ണ് നാളെ കരയേണ്ടി വരും. ആ കണ്ണുനീര് തുടയ്ക്കാൻ നാളെ ആരും കാണില്ല സഹോദരാ. 3-ാമത്തെ കണ്ണ് നാളെ സ്വർഗത്തിൽ ചിരിക്കുന്ന കണ്ണ്, സ്വർഗത്തിൽ കരയേണ്ടതില്ലാത്ത കണ്ണ്. വൈനുൻ ഖറജത്ത് മിൻഹാ മിസ്ലു റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട്, അന്ത്യസമയത്തിന്റെ ഭയാനകതയെ ഓർത്തുകൊണ്ട്, ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിന്റെ അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട്, വമ്പന്മാരായ ഭീമനായ മാലാകമാർ നമ്മുടെ മുന്നിലേക്ക് ഭയങ്കരമായ ദണ്ഡുകളുമായി കടന്നു വരുമ്പോ അവർ നമ്മളെ പീഡിപ്പിക്കുന്ന ആ രംഗം ഓർത്തുകൊണ്ട് ഏതൊരു സഹോദരി കരഞ്ഞുവോ, എത്രത്തോളം എന്ന് വെച്ചാൽ മിസ്ലു റഅസി ദുബാബ്, ഒരു കൊതുകിന്റെ തലയുടെ അളവോളം അവന്റെ കണ്ണിൽ നിന്ന് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഒരിറ്റ് കണ്ണുനീർ അവൻ ഇറ്റിച്ചാൽ ആ കണ്ണും നാളെ ആഖിറത്തിൽ കരയേണ്ടതില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലോകമേ നിന്നോട് പറഞ്ഞത്, ലാ തത്തബിഅന്ന ബസറക ഹുസ്ന റിദാ ഇംറഅത്തിൻ, നിങ്ങളാരും ഒരു പെണ്ണിന്റെ അംഗലാവണ്യത്തിലേക്ക് നോക്കരുത്, ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കരുത്, ഒരു പെണ്ണിന്റെ സൗന്ദര്യ വസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്കരുത്. ഫഇന്ന ശൈത്താന യജ്അലു ശബഖൻ ഫിൽ ഖൽബ്, ഏതൊരു സഹോദരൻ ഏതൊരു പെണ്ണിനെ നോക്കുന്നുവോ തീർച്ചയായും പിശാച് അവന്റെ ഹൃദയത്തിൽ ആ പെണ്ണിനെ കുറിച്ചൊരു കെണിവല ഒരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു റസൂൽ പറഞ്ഞു, അബുദാബിയിലൂടെയും ഷാർജയിലൂടെയും ഉജൈറയിലൂടെയും നിങ്ങൾ ദുബായിലൂടെ നടന്നു പോകുമ്പോൾ 2 സൈഡിൽ നിൽക്കുന്ന എക്സ്റേ എടുക്കാൻ നിൽക്കുന്ന സൈസുകളെ കാണാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ട് നോക്കരുതേ. നോക്കിയാൽ എന്താ സംഭവിക്കുക? ഒരു കെണി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുക്കിയിടും. ഒരു കെണി. ഫൈന്ന ശൈത്താന യജ്അലു ശബഖൻ ഫിൽ ഖൽബ്, ഒരു കെണി വല ഒരുക്കിയിടും. കാരണം എന്നറിയോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ശൈത്താൻ 3 സ്ഥലത്തായിരിക്കുന്നത്. ഓരോന്ന് അങ്ങോട്ട് പോകും. والشيطان من الرجل على 3 منازل وعلى المرأة ومن المرأة على 3 منازل. പിശാച് പുരുഷന്റെ 3 സ്ഥലത്താണ് പ്രതിഷ്ഠിക്കുക, പിശാച് സ്ത്രീയുടെ 3 സ്ഥലത്താണ് പ്രതിഷ്ഠിക്കുക. വഅലാ ഐനൈഹി, പുരുഷന്റെ കണ്ണിലാണ് പിശാച് പ്രതിഷ്ഠിക്കുക. കണ്ണിൽ വന്നിരിക്കും പുരുഷന്റെ. പിന്നീടോ വഅലാ ഖൽബിഹി,
അവന്റെ ഹൃദയത്തിലേക്ക് പിശാചിറങ്ങുമത്രേ. ഒരു പെണ്ണിനെ കണ്ടില്ല, നമ്മളിപ്പോൾ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാ, ഡ്രൈവർ പറയും നോക്കളിയ അളിയ അളിയ നോക്ക്, ആ വലത് സൈഡിൽ നിൽക്കുന്ന കണ്ടോ കണ്ടോ, അങ്ങോട്ട് നോക്ക്, ഇവൻ അങ്ങോട്ട് നോക്കും. നോക്കുമ്പം തന്നെ കണ്ണിൽ നിന്ന് നേരെ അത് സേവ് ആവും. എവിടാ? നമ്മുടെ ഇതിനകത്തോട്ട്, ഈ ഡിസ്കിനകത്തോട്ട്. വാല കൽബി, പിശാച് കൊണ്ട് സേവ് ആക്കിക്കോളൂ. നിങ്ങൾ കമ്പ്യൂട്ടർ സെന്ററിലൊന്നും പോകണ്ട, ആ മൂപ്പിൽ അപ്ലൈ അത് അവിടെ ആക്കി തരും. ഇവൻ രാത്രി ഉറക്കം വരില്ല, അങ്ങോട്ട് തിരിഞ്ഞു ഉറക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു ഉറക്കും. എന്താടാ ഷബീറെ ഉറക്കാത്ത? ഓ ഉറക്കം വരുന്നില്ല അളിയ. നമുക്ക് വെളിയിൽ പോയിട്ട് ഒരു ബ്രോസ്റ്റ് അടിച്ചിട്ട് വന്നാലോ? 2 മണിക്ക് പാതിരാത്രി. ഇയാൾക്ക് ആ ചിന്ത, അവിടുത്തെ ചിന്ത ശൈത്താൻ ഹൃദയത്തിനകത്ത് കാണിക്കുകയാണ്. വഅല ഖൽബിഹി. മൂന്നാമത് എന്താ? എവിടെ ശൈത്താൻ? വഅല ദക്കരിഹി. അവന്റെ ദക്കറില്, അവന്റെ ലിംഗാഗ്രത്തില് ശൈത്താൻ ഇരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് 3 എങ്ങോട്ടാ കൊണ്ടെത്തിക്കുക? ഒന്ന് കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുന്നു ക്യാമറ, രണ്ടാമത് ഹൃദയത്തിൽ അവളെ സൂക്ഷിക്കുന്നു, മൂന്നാമത് അവന്റെ ലക്ഷ്യം എന്താ? അളിയ 1000 ദിർഹ അല്ല 2000 ദിർഹ അല്ല, അതിനുള്ള വഴി എനിക്ക് നീ ഒന്ന് ഒപ്പിച്ചേരണം. നിനക്ക് വേണമെങ്കിൽ ഒരു 500 ദിർഹ ഞാൻ ഹദിയ തരാം, സദഖ. ഒപ്പിച്ചു കൊടുക്കുന്നതിന് സദഖ. മാമാപ്പണി ചെയ്യുന്നവന്മാരുണ്ട്, സൂക്ഷിച്ചോളി. ഇതിനൊക്കെ ശിക്ഷ. എന്റെയൊക്കെ ഒരുപാട് ഹദീസുകൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഷാർജയിലും ദുബായിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് അന്നേരമൊക്കെ അങ്ങോട്ടൊക്കെ വന്നാൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെയൊക്കെയാണല്ലോ ഇച്ചിരി കൂടുതൽ, ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് പറയണം. എന്തായാലും നമ്മുടെ ഉത്തരവാദിത്ത നിലയിൽ പറഞ്ഞേ പറ്റുള്ളൂ, അല്ല വേറെ രക്ഷയില്ല. അപ്പോൾ വഅല ദക്കരിഹി, അവന്റെ ദക്കറില്. വമിനൽ മർഅതി അലാ സലാസതി മനാസില. സ്ത്രീകളെ അപേക്ഷിച്ചിടത്തോളം 3 സ്ഥലത്താണ് പിശാച് പ്രതിഷ്ഠിക്കുക. വഅല ഐനൈഹാ, അവളുടെ കണ്ണിലും, വഅല ഖൽബിഹാ, അവളുടെ ഹൃദയത്തിലും, വഅല ജസിഹാ, അവളുടെ ബട്ടക്കിലും. കറക്റ്റ് അല്ലേ? ഇന്നൽ മർഅത തുഖ്ബിലു ഫീ സൂറത്തി ശൈത്താൻ വതുദ്ബിറു ഫീ സൂറത്തി ശൈത്താൻ. പെണ്ണ് ഇങ്ങോട്ട് വന്നാലും അടങ്ങേറ്, തിരിഞ്ഞ് ബാക്ക് അടിച്ചു പോയാലും അടങ്ങേറ്, രണ്ടും പ്രശ്നമാണ്. കാരണം എന്താ? ആ സാധനം ഒന്ന് ഇവിടെയും കയറിയിരിക്കും, നോക്കടാ അങ്ങോട്ട് നോക്കടാ അങ്ങോട്ട് നോക്കടാ നോക്കിക്ക്. ഇനി തിരിഞ്ഞു പോയാലോ, ഇതാ ബാക്ക് നോക്കടാ അങ്ങോട്ട് നോക്കി, അതും പ്രശ്നം. നബി തങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല എൻ്റെ പൊന്നെ, ഇന്ന് ആളുകൾ ആകർഷിക്കുന്ന അത് രണ്ടും അല്ലേ? അത് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ലാ തത്തബിഅന്ന ബസറക ഹുസ്ന റിദാ ഇംറഅത്തിൻ. പെണ്ണുങ്ങൾ അടിച്ചു പൊളിച്ചുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാ വരിക, ആ വസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്കരുത്, അങ്ങനെ നോക്കി പോകരുത്. ലാ തത്തബിഅന്ന അന്നളറത അന്നളറത. അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു, നീ 2 പ്രാവശ്യം ഒരു പെണ്ണിനെ അങ്ങനെ നോക്കരുത്, 1 പ്രാവശ്യം നോക്കിയോ. ഫൈനലക്കൽ ലൂല വലൈസത ലക്കൽ ആഖിറ. ആദ്യത്തെ ഒരു നോട്ടം അനുവദനീയമാണ്, രണ്ടാമത്തെ നോട്ടം അനുവദനീയമല്ല. ഹായ് രക്ഷപ്പെട്ട്. ഇനി നാളെ മുതൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നോളി. കാരണം കണ്ണ് രണ്ടാമത് നോക്കാൻ പാടില്ല എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. അതുകൊണ്ട് ഒറ്റ നോട്ടം, കണ്ണ് ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഒരാള് ഇന്ന ആളാണെന്ന് അറിയാൻ വേണ്ടി നോക്കാം, അതാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. നല്ലറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൂഴ്ന്ന് നോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കണം. അൽ ഐനാനി തസ്നിയാൻ, 2 കണ്ണും വ്യഭിചരിക്കുന്നു. ഫസിനാഹുമാ അന്നളുറു, ആ കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്ന മൻ സനാ ബിംറഅത്തിൻ ലാ തഹില്ലു ലഹു ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു അലാ ഉനഖിഹി. അന്നമൻ ഒരാൾ അവർക്ക് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ മേൽ ഒരാൾ കൈവച്ചമർത്തിയാൽ ബിശഹുവത്തിൻ വികാരത്തോടെ അവന്റെ 2 കൈകളും നാളെ പിരടയിൽ വെച്ച് കെട്ടി ഖിയാമത്ത് നാളിൽ വരേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു പെണ്ണിനെ കൈകൊണ്ട് തൊട്ടാൽ, അന്ന മൻ വലഅ യദഹു അല ഇംറഅത്തിൻ ലാ തഹില്ലു ലഹു ജാഅ യൗമൽ ഖിയാമത്തി മഗ്ലൂലതൻ യദഹു അല ഉനുഖിഹി ഫഇൻ ഖബ്ബലഹാ. ആരൊരാൾ ഒരു അന്യ പെണ്ണിനെ ചുംബിച്ചാൽ ഖുരിളത് ശഫതാഹു ഫിന്നാർ, നാളെ നരകത്തിലെ കത്രിക കൊണ്ട് അവന്റെ ചുണ്ട് മുറിച്ചു മാറ്റപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫൈൻ സനാ ബിഹാ, ഏതൊരു പെണ്ണിനെ ആരൊരാൾ വ്യഭിചരിക്കുന്നുവോ നതഖത് ഫഖദുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ തുടയല്ല നാളെ അല്ലാഹുവിനോട് സാക്ഷി പറയുമത്രേ. വഖാല
അവന്റെ തുടയല് നാളെ പറയും, യാ റബ്ബി പടച്ചവനെ, അന റകിബ്തു ലിൽ ഹറാം, ഹറാമായ വാഹനം കയറ്റി വെച്ച തുടയാണ് ഞാൻ, തുടയാണ് ഞാൻ. നാളെ ആഖിറത്തിൽ ആദ്യമായി അവ്വലു മൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാഹ് ഫഖ്ദുഹു മിനർ റിജ്ലി ശിമാൽ കമാ ഖാല റസൂലുള്ളാഹി. ആദ്യമായി നാളെ ആഖിറത്തിൽ എല്ലാവരുടെ വായി സീൽ വെക്കപ്പെടുമ്പോൾ ആദ്യമായി സംസാരിക്കുന്നത് അവന്റെ ഇടത് കാലിന്റെ തുടയല്ലായിരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തുടയുമായി, ഹറാമായ പെണ്ണിന്റെ തുടയുമായി നമ്മുടെ തുട യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീയൊന്നും പറയേണ്ട കാര്യമില്ല, നിന്റെ വായി അള്ളാഹു മൂടി വെക്കും. വഖാല, തുട പറയും, അന റകിബ്തു ലിൽ ഹറാം, പടച്ചവനെ ഞാൻ ഇന്ന ഇന്തോനേഷ്യ പെണ്ണിനെ എടുത്തു വെച്ച തുടയായത്, അള്ളാഹുവെ ഫിലിപ്പൈൻസി എടുത്തു വെച്ച തുടയാണിത്, അള്ളാഹുവെ ചൈനക്കാരി എടുത്തു വെച്ച തുടയാണിത്, പലസ്തീനി എടുത്തു വെച്ച തുടയാണിത്, പടച്ചവനെ എന്ന് ഇത് തന്നെ പറഞ്ഞോളും, നീ ഒന്നും പറയേണ്ട കാര്യമില്ല. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. യാസീൻ ഓതുമ്പോഴേ, യാസീൻ ഓതുമ്പോൾ എല്ലാ ദിവസവും സുബൈക്ക് ശേഷം ഒരു യാസീൻ ഓതണം. അന്നത്തെ ദിവസം അവന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്താ. സുബൈ നിസ്കരിച്ചിട്ട് ഒരു യാസീൻ ഓതണം. ആ യാസീൻ ഓതുമ്പോൾ ഈ ആയത്ത് വരുമോ എന്ന് ശ്രദ്ധിച്ചോളീൻ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. സൂറത്ത് യാസീൻ എവിടാ? അത് ശ്രദ്ധിക്കാം. നമ്മൾ യാസീൻ വന്ന് അങ്ങനെ യാസീൻ തീർന്നു, 2 സെക്കൻഡ് കൊണ്ട് യാസീൻ തീർന്നു. ഇവിടെ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? യാസീൻ ഓതുക, പിന്നെ അങ്ങനെ അൽയൗമ നഖ്തിമു. നമ്മളിപ്പോൾ ആരെങ്കിലും അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം എന്നൊക്കെ പറയും നിർത്തി. ഇവിടെ ആരാ ഓതുക? ഓതുമ്പോൾ ശ്രദ്ധിച്ചോളി, നിങ്ങളുടെ നാവ് സീൽ വെക്കപ്പെടുമ്പോൾ, ചുണ്ട് സീൽ വെക്കപ്പെടുമ്പോൾ കൈകളായിരിക്കും സംസാരിക്കുക, കാലുകളായിരിക്കും സംസാരിക്കുക. ഒരു ഒളിക്യാമറ ഈ റോഡിൽ മൊത്തം ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? ഉണ്ടല്ലോ. 140 പോകേണ്ടടുത്ത് 50 പോയാൽ, 80 പോകേണ്ടടുത്ത് 90 പോയാൽ, 60 പോകേണ്ടടുത്ത് 100 പോയാൽ, 700 റിയാൽ. അള്ളാഹു കഷ്ടപ്പെട്ട് ഒപ്പിച്ചത് പോയേ. വളരെ വിഷമം. രാത്രിയായിരുന്നെങ്കിൽ പോയിരുന്ന വിഷമത്തോടെ വിഷമം, ഫോൺ വിളിയാ. ആ വിഷമം തീർക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കും. ഞാൻ സ്പീഡിൽ വന്നു, എൻ്റെ 700 റിയാൽ പോയി, ഇല്ലേ? ക്യാമറ. അപ്പം നമ്മൾ എത്ര സൂക്ഷിക്കും? രഹസ്യം പതുക്കെ അല്ലേ പോകുള്ളൂ. ആ സ്ഥലം എത്തുമ്പോൾ നിർത്തിയല്ലേ പോകുള്ളൂ, ഇല്ലേ? വാഹനമുള്ളവർ അങ്ങനെയല്ലേ ശ്രദ്ധിക്കാറുള്ളത്. ഇതേപോലെ നമുക്ക് ഒരു ക്യാമറ അല്ലാഹ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ? അതിൻ്റെ ഖറാമ ഇപ്പോഴല്ല വരുന്നത്. ഇവിടുത്തെ ഷുർത്തായെ പേടിച്ചു പോകുന്നവരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും, നിങ്ങളുടെ അല്ല നമ്മുടെ അബൂബക്കറിന്റെ അടക്കം, അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ, ഓരോ രഹസ്യങ്ങളും ഒപ്പിയെടുക്കാൻ ക്യാമറ, ഒളിക്യാമറ അള്ളാഹു നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആയത്തൊക്കെ ഓതി തീർക്കുമ്പോഴത്തേക്ക് സമയം, അതും കൂടെ ഒന്ന് ഓതി ആയത്ത് മാത്രം. ഇൻഷാ അല്ലാഹ് നാളെ ദുബായിൽ ഓതാം, അള്ളാഹു തൗഫീഖ് ചെയ്താൽ. ഷാർജയിൽ ക്യാമറ ഉണ്ട് കേട്ടോ, സൂറത്ത് ബനി ഇസ്രായേലിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ക്യാമറ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളത് ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് ഒഴിവായി, തെറ്റുകൾ ചെയ്ത സഹോദരങ്ങൾ തൗബ ചെയ്ത് പോവല്ലേ, ഒരു ദുആ ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി ഇത്രയും സമയം വളരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ച് നമ്മൾ ഈ ദുനിയാവിൽ അല്ല ഈ നാട്ടിൽ വളരെ ഭയങ്കരമായ അതിചൂടിൽ മൂത്രം ഒഴിക്കുന്നത് പോലെ രക്തമായി മാറുന്നുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നത് വലിയ ഒരു ത്യാഗമാണ്, വലിയ കൂലി കിട്ടും. അള്ളാഹു അത് കബൂലാക്കുമാറാകട്ടെ. അത് ഹറാമായ നിലയിലാകരുത്, അത് ഹറാമായ നിലയിലാകാതെ ഹലാലായ നിലയിൽ തന്നെ ആയിരിക്കണം. അതാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും ആവേശവും. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഈ സമ്പത്ത് കൊണ്ട്, ഈ വജീനം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സമ്പാദ്യം ഹലാലാക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ KMCC, ബഹുമാനപ്പെട്ട ഈ സംഘടന അൽഹംദുലില്ലാഹ്, നേരത്തെ അദ്ദേഹം ഇവിടുത്തെ സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിച്ചു, നമ്മുടെ സംസ്ഥാന തലത്ത് ഒരുപാട് സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ അടക്കം കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള സഹോദരങ്ങൾ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപാട് നന്മയുടെ പ്രവർത്തനങ്ങൾ KMCC കാഴ്ചവെക്കുന്നുണ്ട്. ഈ വിനീതന് തന്നെ അറിയാം, കേരളത്തിൽ ക്യാൻസർ സെൻറ്റർ പോലുള്ള CH ക്യാൻസർ സെൻറ്റർ പോലുള്ള പല സംരംഭങ്ങൾക്കും ഈ KMCC നേതൃത്വം നൽകുകയും ഈ വിദേശത്ത് നിന്ന് ഇവർ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന സമ്പത്തിൻ്റെ ഒരു വിഹിതം സാധുക്കളായ
ഈ ക്യാൻസർ രോഗികൾക്ക് അവർ എത്തിച്ചു കൊടുക്കുകയും അതേപോലുള്ള ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം മത്താണിയായിരുന്നു ബഹുമാനപ്പെട്ട മർഹൂം ശിഹാബ് തങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിൻ്റെ ഖബറിൽ അതിൻ്റെ ഒരു സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ സമുദായത്തെ പടുത്തുയർത്തുകയും നല്ല വഴികളിലേക്ക് ക്ഷണിക്കുകയും നയിക്കുകയും ഒരുപാട് നന്മയായ ധർമ്മത്തിൻ്റെ പാതകൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും വിളക്ക് കത്തിക്കുകയും ചെയ്ത ആ ഒരു മഹാനുഭാവൻ, ആ ഒരു പാദത്തെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് നന്മകൾ അതിൻ്റെ അനുയായികൾ സംഘാടകർ ചെയ്തു വരുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മിഥില സവാബ് അദ്ദേഹത്തിൻ്റെ ഖബറിൽ അല്ലാഹ് എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ കുടുംബത്തിൻ്റെ ഖബറിലേക്കും അത് എത്തിച്ചു കൊടുക്കട്ടെ. ആ ഒരു വഴികളെ നമ്മൾ കെടുത്തിക്കളയാതെ, ആ വിളക്ക് നമ്മൾ അണച്ചു കളയാതെ നമ്മൾ ഖിയാമത്ത് നാൾ വരെ ഈ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മുടെ വിയർപ്പിൻ്റെ ഒരു അംശം അതിലൊരു ഭാഗവാക്കാകണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ KMCC കാസർഗോഡ് ജില്ല അൽഹംദുലില്ലാഹ് ഈ വിനീതനി അടുത്ത മാസവും 2-3 മാസങ്ങളിലെല്ലാം ഈ കാസർഗോഡാണ് പരിപാടി. ഈ റമദാനിൽ അൽഹംദുലില്ലാഹ് വളരെ വളരെ റാഹത്തായ നിലയിൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ അതിൻ്റെ പേരിൽ കുറേ പീഡനങ്ങളും ഈ വിനീതൻ ഏറ്റുവാങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഒരു ഗ്രൂപ്പുകാർ, അത് അള്ളാഹു അവരോട് ചോദിച്ചുകൊള്ളട്ടെ, ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങനെയാണോ ഉസ്താദ്, ഇങ്ങനെയാണോ ഉസ്താദ് ഈ ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞ്. എനിക്ക് വല പിടിക്കാൻ എനിക്ക് ഫേസും ഇല്ല, ബുക്കും ഇല്ല, ഒന്നുമില്ല. എൻ്റെ പേരിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ അടങ്ങാറ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ, അപ്പോൾ ഇത് പല രീതിയിൽ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നമ്മളെക്കുറിച്ചൊക്കെ അനാവശ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ അള്ളാഹു ചോദിച്ചു കൊള്ളട്ടെ. ആഖിറത്തിൽ ചെന്ന് നമുക്കതൊക്കെ പിടിച്ചു വാങ്ങാം. അതിനകത്തൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. കാരണം വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ പോലും കാഫിറാക്കുകയും മുബ്തദീങ്ങളാക്കുകയും അവരെ അവർക്ക് വേദന ഉണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങൾ പറയുകയും ചെയ്യുന്നവർക്ക് ഈ പാവപ്പെട്ട എന്നെ പോലുള്ളവരെ കുറിച്ച് പറയുന്നതിൽ ഒരു വിഷമവുമില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നവരൊക്കെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. എല്ലാവർക്കും ഹിദായത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമുക്കിവിടെ ഗ്രൂപ്പൊന്നും വേണ്ട. നമ്മളിവിടെ സന്തോഷവും ഐക്യവും സാഹോദര്യത്തോടും കൂടി അൽഹംദുലില്ലാഹ് നന്മയുടെ വഴികളിലേക്ക് നമ്മൾ പോവുക. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരുമിച്ച് കൂടി നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ദീനിൻ്റെ കാര്യങ്ങൾ കേട്ടു. ആരെക്കുറിച്ച് നമ്മൾ മോശമായി പരാമർശിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് മാപ്പാക്കി തരട്ടെ. നിങ്ങളും അതെല്ലാം മാപ്പാക്കി വിട്ടുവീഴ്ച ചെയ്യുകയും ഈ KMCC പോലുള്ള സംഘടനകൾ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ചും അവരെ പോലുള്ള ഓരോരോ വ്യക്തികളുടെ പേരെടുത്ത് പറയേണ്ടതില്ല. നമ്മുടെ കാസർഗോഡ് പോയാലും ഒരുപാട് സഹോദരങ്ങൾ ഈ വിനീതനെ കൊണ്ട് നടന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പല കാര്യങ്ങളും പരിചയപ്പെടുത്തിയൊക്കെ തരുന്ന ഒരുപാട് പേരുണ്ട്. അവരെക്കുറിച്ചൊന്നും പേര് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ കൂലി നൽകുമാറാകട്ടെ. അപ്പോൾ ഈ KMCC ഇൻഷാ അല്ലാഹ് കാസർഗോഡ് ജില്ല മുഅല്ലിമീങ്ങൾക്ക് ഒരു വിഹിതം എല്ലാ വർഷവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയും നിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായ നിലയിൽ നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദഖകളെ ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ആഖിറത്തിലൊരു മുതൽക്കൂട്ടാക്കി നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിത്തരുന്നതിനൊരു സബബാക്കി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് 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 അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു വലക ശുക്റു കുല്ലുഹു വഇലൈക യുർജഉൽ അംറു കുല്ലുഹു അലാനിയതുഹു വസിറുഹു ലക്കൽ ഹംദു ബിൽ ഇസ്ലാം വലക്കൽ ഹംദു ബിൽ ഈമാൻ വലക്കൽ ഹംദു ബിൽ ഖുർആൻ അല്ലാഹുമ്മ ലക്കൽ ഹംദു ഹത്താ തർളാ വലക്കൽ ഹംദു ഇദാ റളീത വലക്കൽ ഹംദു ബഅദ റിളാ اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم أنزله المقعد المقرب عندك يوم القيامة اللهم اغفر لجميع المسلمين الذين شهدوا لك بالوحدانية ولنبيك بالرسالة وماتوا على ذلك يا رب العالمين اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا واعف عنهم يا ذا الجلال والإكرام ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم ادفع عنا البلاء والوباء والغلاء والزنا والربا والزلازل والخسف والمسخ والقذف والمحن وسوء الفتن ما ظهر منها وما بطن عن بلدنا هذا خاصة وعن سائر بلاد المسلمين عامة إنك على كل شيء قدير رحم الراحم يا الله കരുണയുള്ള തമ്പുരാനെ, രാജാതിരാജനായ നാഥ, ഈ സാധുക്കളായ ഞങ്ങളുടെ ഈ തേട്ടത്തെ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങളുടെ സമയത്തെ നീ കബൂലാക്കണേ പടച്ചവനെ. ഈ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, വളരെ പ്രതീക്ഷയോട്
ദുആയിൽ വളരെ പ്രതീക്ഷയർപ്പിച്ച് അള്ളാഹുവെ ഞങ്ങളുടെ ആവലാദികളും ഞങ്ങളുടെ വേവലാദികളും ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ കണ്ണുനീരും നിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് അള്ളാഹുവെ. യാ അല്ലാ, എത്രയോ വർഷങ്ങളായി സഹോദരങ്ങൾ ഈ മണ്ണിൽ ജോലി ചെയ്യുന്നു. അള്ളാഹുവെ, തറാവീഹ് നമസ്കരിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്ന ജോലിക്കാർ ഈ നാട്ടിലുണ്ട് പടച്ചവനെ. അള്ളാഹുവെ, കൃത്യമായി നമസ്കാരം നിലനിർത്താൻ കഴിയാത്ത ജോലിക്കാരുണ്ട് പടച്ചവനെ. അള്ളാഹുവെ, ഈ അവധി ദിവസങ്ങളിൽ പോലും അല്പസമയം നിന്റെ ദീൻ കേൾക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്ന ജോലിക്കാരുണ്ട് പടച്ചവനെ. യാ അല്ലാഹ്, സാധുക്കളുടെ കണ്ണുനീര് നീ കാണണേ പടച്ചവനെ. അള്ളാഹുവെ, അവരുടെ കടങ്ങളെല്ലാം ഒഴിവാക്കി കൊടുക്കണേ പടച്ചവന്. പടച്ചവനെ, ഭാര്യയോടുള്ള കടപ്പാടുകൾ പോലും നിറവേറ്റാൻ കഴിയാതെ ചുറുചുറുക്കുള്ള സമയം അവരുടെ യുവത്വം മുഴുവനും പടച്ചവനെ ഈ മണലാരണ്യത്തിൽ അവർ പങ്കുവെക്കുകയാണ്. അള്ളാഹുവേ, തൻ്റെ കുഞ്ഞുമക്കളുടെ ലാളനകൾ പോലും കാണാൻ കഴിയാതെ, കുഞ്ഞുമക്കളുടെ പുഞ്ചിരി പോലും കാണാൻ കഴിയാതെ, യാ അല്ലാ, വർഷങ്ങളായി കുഞ്ഞ് പ്രസവിച്ചു പടച്ചവനെ, എത്രയോ വയസ്സായി, ഇന്ന് കാണാൻ കഴിയാത്ത എത്രയോ സഹോദരങ്ങൾ ഈ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് പടച്ചവനെ. യാ അല്ലാ, അവരുടെ ജോലിയിലെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടു പടച്ചവനെ. അവരുടെ ദുഃഖം നീ കാണണേ അള്ളാഹുവേ. അവരുടെ കണ്ണുനീര് നീ ഒപ്പിയെടുക്കണേ പടച്ചവന്. അള്ളാഹുവെ, മാതാപിതാക്കൾ രോഗികളായി വീട്ടിൽ കഴിയുന്നു. ആ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ, അവർക്കൊരു ഖിദ്മത്ത് പോലും ചെയ്യാൻ കഴിയാതെ കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്രയോ യുവാക്കൾ ഈ നാട്ടിലുണ്ട് പടച്ചവനെ. എത്രയോ സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ട് അള്ളാഹുവേ. പടച്ചവനെ, അവരുടെ വേദന നീ അറിയണേ പടച്ചവനെ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, സന്തോഷത്തോടുകൂടി കടങ്ങളെല്ലാം വീട്ടി മാതാപിതാക്കളെ കാണുവാനും ഭാര്യയെ കാണുവാനും മക്കൾക്ക് ചുടുചുംബന നൽകുവാനും നീ അവർക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. യാ അല്ലാ, വർഷങ്ങളായി കടങ്ങളുമായി കഴിയുന്ന സഹോദരങ്ങൾ, എത്ര സമ്പാദിച്ചിട്ടും കടങ്ങൾ തീരാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ, യാ അല്ലാ, ദുആ അല്ലാതെ മറ്റൊരു മാർഗമില്ല പടച്ചവനെ. അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ശമ്പളത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഹറാമായ നിലയിൽ ആ ശമ്പളത്തെ കളയല്ലേ പടച്ചവനെ. നീ സംരക്ഷിക്കണേ അല്ലാഹുവേ. കടങ്ങൾ വീട്ടാൻ അതൊരു സബബാക്കണേ അല്ലാഹുവേ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഇന്നും വാടക വീട്ടിൽ കഴിയുന്ന എത്രയോ പ്രവാസികൾ ഈ മണ്ണിൽ കണ്ണുനീരോടുകൂടി ഈ സദസ്സിൽ തന്നെയുണ്ട് പടച്ചവനെ. യാ അല്ലാ, അവർക്ക് സ്വന്തമായ ഒരു ഭവനം നൽകണേ പടച്ചവന്. എത്രയോ സഹോദരിമാർ വിവാഹപ്രായമെത്തിയവർ, അല്ലാഹുവേ, അതിൻ്റെ ഭാരമോർത്തുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കാണാൻ കഴിയാതെ വർഷങ്ങളായി നാട്ടിൽ പോകാതെ നാട്ടിൽ കഴിയുന്ന സഹോദരങ്ങളുണ്ട് പടച്ചവനെ. നീ അവർക്ക് എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈ മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ ഓടി നടന്ന് കഷ്ടപ്പെടുന്ന സാധുക്കളായ ഈ പ്രവാസികൾ, സാധുക്കളായ നിന്റെ ദാസന്മാർ, നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. നീ അവരെ സഹായിക്കണേ പടച്ചവനെ. ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിന്റെ മുന്നിലിട്ട് അവരെ അപകടത്തിൽപ്പെടുത്തി കൊടുക്കല്ലേ അല്ലാഹുവേ. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബേ ഒരു കുടുംബം നാട്ടിലുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, വളരെ പ്രതീക്ഷയോടെ, വളരെ സന്തോഷത്തോടെ, ഒരുപാട് ആഗ്രഹങ്ങൾ കുഞ്ഞുമക്കൾ പോലും തൻ്റെ ഉപ്പമാരോട് പറഞ്ഞു വിടുമ്പോൾ പടച്ചവനെ, എയർപോർട്ടിൽ വെച്ച് കണ്ണുനീരോടെ അല്ലാഹുവേ സലാം പറഞ്ഞ് വാഹനത്തിൽ കയറ്റിവിടുന്ന ഈ ഉപ്പമാർ സന്തോഷത്തോട് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി വരാൻ, ആ ഒരു സന്തോഷത്തിൻ്റെ കണ്ണുനീര് കാണാൻ ആ കുടുംബക്കാരെ നീ അനുവദിക്കണേ അല്ലാ. അനുവദിക്കണേ അല്ലാ. അനുവദിക്കണേ അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ. ഖാസിറാക്കല്ലേ അല്ലാ. പടച്ചവനെ, മക്കളില്ലാത്ത ദമ്പതികൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ അല്ലാഹുവേ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സാലിഹായ സന്താനത്തെ അവർക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത, ഇതിനു വേണ്ടി പരിശ്രമിച്ച ബഹുമാനപ്പെട്ട KMCCയുടെ ഭാരവാഹികൾ, അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ആലിമീങ്ങൾ, ഉലമാക്കൾ, ദാഇകൾ, ഉമറാക്കൾ, യുവാക്കൾ, യുവതികൾ, സഹോദരങ്ങൾ, കുഞ്ഞുമക്കളടക്കമുള്ളവർ, ഇവരെ നീ ഖബൂലാക്കണേ പടച്ചവനെ. അനുഗ്രഹിക്കണേ പടച്ചവനെ. അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. പെട്ടെന്നുള്ള മരണം, അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗികളായി കഴിയുന്ന സഹോദരങ്ങൾ,
വിശിഷ്യ ഈ നാട്ടിലും അല്ലാഹുവേ ഞങ്ങളുടെ സ്വന്തം നാടുകളിലും ആരെല്ലാം രോഗികളായി കഴിയുന്നവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ ഷാഫി, ശിഫയാക്കണേ വാഫി, ശിഫയാക്കണേ മുആഫി. പടച്ചവനെ ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ കർമ്മമാക്കണേ അല്ലാ, സാലിഹായ കർമ്മമാക്കണേ അല്ലാ. അതിൽ നിന്ന് ഒന്നുപോലും നീ കളയല്ലേ പടച്ചവനെ, പാഴാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഇതെല്ലാം ഇഖ്ലാസോടെ പറയുകയും കേൾക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ അവയവങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. കണ്ണുകളെയും കാതുകളെയും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ നീ സംരക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ നീ ഹറാമിലേക്ക് വലിച്ചിടയ്ക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ സമ്പാദ്യം ഹറാമിലേക്ക് നീ വലിച്ചിടയ്ക്കല്ലേ പടച്ചവനെ. ഹലാലായത് സമ്പാദിക്കുവാനും അത് ഹലാലായതിനു വേണ്ടി ചെലവ് ചെയ്യാനും നീ തൗഫീക്ക് നൽകണേ പടച്ചവനെ. യാ അല്ലാ ഞങ്ങളുടെ യുവാക്കൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, കൊതിക്കുന്നവർ സാലിഹത്തായ ഭാര്യമാരെ നൽകണേ പടച്ചവനെ. വിവാഹം കഴിക്കാൻ കൊതിക്കുന്ന പെണ്ണുങ്ങൾ, സാലിഹത്തായ പെണ്ണുങ്ങൾ, അവർക്ക് സാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സഹപാഠികർ, വിശിഷ്യ ഈ മണ്ണിലടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ നാട്ടുകാർ, അവരുടെ മണ്ണറകളെ മണിയറകളാക്കണേ അല്ലാ, മണിയറകളാക്കണേ അല്ലാ. മഗ്ഫിറത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാ, മർഹമത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാ. ഈ നാട്ടിലുള്ള എല്ലാ സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ നാട്ടിന്റെ ഭരണാധികാരികളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട സഹോദരന്റെ ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ നാടിനെ ഇപ്പോൾ ഭരിക്കുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. യാ അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ട ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവേ. എല്ലാ നിലയ്ക്കും അവരെ നീ സഹായിക്കണേ പടച്ചവനെ. അല്ലാഹുവേ അവരുടെ പാവങ്ങളെ എല്ലാം നീ മാപ്പാക്കി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ ഹറമൈനി ഷരീഫൈനി സംരക്ഷിക്കുന്ന ആ സഹോദരങ്ങളെ, ആ ഭരണകർത്താക്കളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരെ നീ സഹായിക്കണേ പടച്ചവനെ. ലോക മുസ്ലിം രാഷ്ട്രങ്ങളെയെല്ലാം നീ സഹായിക്കണേ അല്ലാഹുവേ. അവരെയെല്ലാം നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ആരെല്ലാം ഏതെല്ലാം നിലയിൽ ദുആ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്തിട്ടുണ്ടോ, വല്ലതും വിട്ടുപോയിട്ടുണ്ടോ, അതെല്ലാം നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു പടച്ചവനെ. ഈ കരങ്ങളെ തട്ടിക്കളയാതെ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹുവേ. ഖബൂലാക്കണേ പടച്ചവനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ برحمتك يا ارحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. എല്ലാവരും ഈ സാധനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.